ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുലൈമാൻ. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ PSLV C-51 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ISRO. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ സീറ്റ് ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് ഇന്നലെ 4650 പേർക്ക് കോവിഡ് രോഗമുക്തി. 3792 പുതിയ കേസുകൾ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ജലസംരക്ഷണത്തിനായി പരിശ്രമം തുടങ്ങേണ്ടതിന്റെ പ്രാധാന്യം മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हमारे शास्त्रों में कहा गया है, माघे निमग्ना सलिले शुचिते विमुक्त पापा त्रिदिवम प्रयान्ति, अर्थात माघ महीने में किसी भी पवित्र जलाशय में स्नान को पवित्र माना जाता है. दुनिया के हर समाज में नदी के साथ जुड़ी हुई कोई न कोई परंपरा होती ही है. नदी तट पर अनेक सभ्यताएं भी विकसित हुई है. ഭാരതത്തിലെ മിക്ക പ്രദേശങ്ങളിലും മെയ് ജൂൺ മാസങ്ങളിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിനും മഴവെള്ളം സംഭരിക്കുന്നതിനും 100 ദിവസത്തെ ഒരു യജ്ഞം ആരംഭിക്കണമെന്ന ചിന്ത പ്രധാനമന്ത്രി പങ്കുവച്ചു. കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ ജലശക്തി മന്ത്രാലയം മഴക്കാലത്ത് മഴ പെയ്യുന്നിടത്ത് നിന്നും മഴവെള്ളം സംഭരിക്കണമെന്ന സന്ദേശം ഉയർത്തി ജലമന്ത്രാലയം ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ദേശീയ ശാസ്ത്ര ദിനമായ ഇന്ന് രാമൻ ഇഫക്റ്റിന്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പരാമർശിക്കവെ നമോ ആപ്പിൽ കേരളത്തിൽ നിന്നുള്ള യോഗേശ്വറിന്റെ കുറിപ്പും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഭാരതീയമായ കളികളുടെ ദൃക്സാക്ഷി വിവരണം ഭാരതീയ ഭാഷകളിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രക്ഷിതാക്കളെയും അധ്യാപകരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്കായി അദ്ദേഹം ശുഭാശംസകൾ നേർന്നു. ഇന്ത്യയുടെ സമ്പൂർണ്ണ വാണിജ്യ ദൌത്യ ഉപഗ്രഹമായ PSLV C-51 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് രാവിലെ 10:25 വിക്ഷേപിച്ചു. സതീഷ് ധവാൻ സാറ്റലൈറ്റ് ഉൾപ്പെടെ ബ്രസീലിന്റെ ആമസോണിയ 1 ഉപഗ്രഹവും 18 CO പാസഞ്ചർ ഉപഗ്രഹവുമാണ് റോക്കറ്റ് വഹിക്കുന്നത്. ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പനിയായ ന്യൂ സ്പേസ് ഇന്ത്യ ഉപഗ്രഹമാണ് PSLV C-51. ബ്രസീലിന്റെ ശാസ്ത്ര മന്ത്രാലയത്തിന്റെ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിന്റെ ഒപ്റ്റിക്കൽ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് 637 കിലോഗ്രാം ഭാരമുള്ള ആമസോണിയ 1. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. വിശദാംശങ്ങളിലേക്ക്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി അടുത്ത മാസം 10-നകം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനത്ത് മുന്നണികൾ. രണ്ടാംഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നാളെ മുതൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലേക്ക് കടക്കാൻ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. മാർച്ച് 4-5 തീയതികളിലായി സ്ഥാനാർത്ഥി നിർണയം വിഷയം ചർച്ച ചെയ്യാനായി സംസ്ഥാന കമ്മിറ്റിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചയിൽ കടുംപിടുത്തം വേണ്ടെന്നാണ് തീരുമാനം. UDF-ലും ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച സീറ്റ് വിഭജനം പൂർത്തിയാക്കി നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. മാർച്ച് 10-നകം ഹൈക്കമാൻഡിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയ തീരുമാനം കൈക്കൊള്ളാനാകുമെന്നാണ് UDF പ്രതീക്ഷ. BJP അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വിജയ് യാത്ര കഴിയുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ധാരണയെത്തുന്ന തരത്തിലാണ് BJP ക്യാമ്പിനുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രമുഖരെയും ഇക്കുറി മത്സരരംഗത്തിറക്കാനാണ് BJPയുടെ തീരുമാനം. മാർച്ച് 10-നകം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് BJPയുടെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ ഏപ്രിൽ 6-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. നക്സൽ ബാധിത പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ വൈകിട്ട് 6-ന് വോട്ടെടുപ്പ് അവസാനിക്കും. ഇക്കുറി 80 വയസ്സ് കഴിഞ്ഞവർക്ക് പുറമെ ഭിന്നശേഷിക്കാർക്കും കോവിഡ് ബാധിതർക്കും പ്രാഥമിക കോവിഡ് സമ്പർക്ക പട്ടികയിലുള്ളവർക്കും തപാൽ വോട്ട് അനുവദിക്കും. ഇവരുടെ പട്ടിക തയ്യാറാക്കി കമ്മീഷൻ നേരിട്ട് അപേക്ഷ വീട്ടിലെത്തിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് 3 ദിവസത്തിനു ശേഷം തപാൽ ബാലറ്റ് വിതരണം ചെയ്യും. കള്ളവോട്ടിനെതിരെ പോളിംഗ് ഓഫീസർമാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. അത്തരം നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും സംരക്ഷിക്കും. ഇവർക്കെതിരെ പിന്നീട് ആരെങ്കിലും പ്രതികാര നടപടി സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥർ നിവേദനം നൽകിയാൽ കർശന നടപടി സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ 298 നക്സൽ ബാധിത ബൂത്തുകൾ. പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നക്സൽ ബാധിത ബൂത്തുകളുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 4650 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 50514 കുറഞ്ഞു. ഇന്നലെ 3792 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 18 കോവിഡ് മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ചീഫ് സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സമിതിയിൽ ഉണ്ടാവുക. സംസ്ഥാനത്തെ 47ാമത് ചീഫ് സെക്രട്ടറിയായി വി പി ജോയി ചുമതലയേറ്റു. ഡോക്ടർ വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലേക്കാണ് വി പി ജോയി എത്തുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശ്രീ ജോയിയെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിരിക്കുകയായിരുന്നു. നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികളുമായി മന്ത്രി എ കെ ബാലൻ നടത്തുന്ന ചർച്ച തുടരുന്നു. മന്ത്രിയുടെ ചേംബറിലാണ് ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ സർക്കാരിന് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനാകില്ല. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിജയ് യാത്രയിൽ പങ്കെടുക്കും. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജനകീയം LDF പാലാ നിയോജക മണ്ഡലം പദയാത്ര ഇന്ന് സമാപിക്കും. ഭരണങ്ങാനം, തലപ്പലം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി പദയാത്ര വൈകിട്ട് തലപ്പലം പഞ്ചായത്തിലെ പനക്കപ്പാലത്ത് സമാപിക്കും. ആഴക്കടൽ മത്സ്യബന്ധന അഴിമതി വിഷയത്തിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് മത്സ്യബന്ധന കരാർ ഒപ്പിട്ടത്. കരാറിന് മുന്നോടിയായി രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചർച്ചകൾ നടത്തി. ഇപ്പോൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും നടത്തുന്ന പ്രസ്താവനകൾ അഴിമതിയെ അംഗീകരിക്കലാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം 2-ന് സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക്. മോട്ടോർ വ്യവസായ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളവും തമിഴ്നാടും തമ്മിൽ കനത്ത പോരാട്ടം തുടരുന്നു. 40 പോയിന്റ് വ്യത്യാസത്തിൽ കേരളം 2ാം സ്ഥാനത്താണ്. 2ാം ദിനം കേരളത്തിന് 4 റെക്കോർഡ് നേട്ടങ്ങളുമുണ്ടായി. ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം മുതൽ മുന്നിലുള്ള തമിഴ്നാട് 491.5 പോയിന്റ് നേടിയാണ് മുന്നേറ്റം തുടരുന്നത്. തൊട്ടുപിന്നിൽ 40 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 450.5 പോയിന്റോടെ കേരളം 2ാം സ്ഥാനത്തുണ്ട്. ഓൺലൈൻ റമ്മികളി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. 1960-ലെ കേരള ഗെയിമിംഗ് ആക്ട് നിയമം ഭേദഗതി ചെയ്താണ് വിജ്ഞാപനം ഇറക്കിയത്. നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തിയ സർക്കാർ പണം വെച്ചുള്ള ഓൺലൈൻ റമ്മികളിയെ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഓൺലൈൻ റമ്മികളി ചൂതാട്ട നിയമത്തിന്റെ പരിധിയിൽ വരാത്തതിനാൽ പോലീസിന് കമ്പനികൾക്കെതിരെ നിയമ നടപടി സാധ്യമായിരുന്നില്ല. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് FC ഗോവയും ഹൈദരാബാദ് FCയും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30-ന് മുംബൈ സിറ്റിയും ATK മോഹൻ ബഗാനും തമ്മിലാണ് മത്സരം. 25ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 4ാം പതിപ്പിന് നാളെ പാലക്കാട് തുടക്കമാകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും മേള സംഘടിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെടുന്ന എല്ലാ ജീവനക്കാർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ S. ഷാജഹാൻ. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ കളക്ടർ B. അബ്ദുൾ നാസറിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം ഇന്ന് വൈകിട്ട് 4:30-ന് ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ PSLV C-51 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ISRO. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ സീറ്റ് ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് ഇന്നലെ 4650 പേർക്ക് കോവിഡ് രോഗമുക്തി. 3792 പുതിയ കേസുകൾ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.